അസ്സലാമലൈക്കും. ഏതായാലും ഇപ്പൊക്കെ നമ്മളെ ആണുങ്ങൾ ബസ് കയറുമ്പോൾ അട്ടപ്പെട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടും ഇരുമ്പിൻ്റെ ബോക്സിൽ കറങ്ങിയിട്ടും മേത്ത് കൂടെ നാറെ ആണികൾ അടിച്ചു വെച്ചിട്ടൊക്കെയാണ്. കാരണം സംഗതി വശാൽ ആരെങ്കിലും ഒന്ന് മുട്ടിപ്പോയി റീച്ചാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും എടുത്തിട്ട ഐറ്റങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഒന്നിൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല, ഓളെ നന്നായിട്ട് ട്രോളുന്നുണ്ട് മനുഷ്യന്മാർ. അപ്പോൾ ഇനി ഏതായാലും ചെറുപ്പക്കാർ ബസ് കയറുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുണ്ടു, കുറച്ചൊന്ന് വിട്ടു നിന്നോളുണ്ടു, അല്ലെങ്കിൽ ആരെങ്കിലും ഫോണ് കയ്യിലുണ്ടോ എന്നൊന്ന് നോക്കിക്കോളുണ്ടു. കാരണം മുട്ടാത്ത രീതിയിൽ നിന്നോളൂണ്ടു. സംഗതി വശാലൊന്നും മുട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു മക്കളെ കഥ. ഓല് ക്യാമറ പിടിച്ചിക്കണോ ഇല്ലയെന്നൊന്നും നിങ്ങൾ നോക്കൂല. നിങ്ങളിങ്ങനെ വിട്ട് നിന്നുങ്ങാണ്ട് ചിലപ്പോൾ നിങ്ങളെ കയ്യിൽ ബാഗ് ഉണ്ടാവും, മുകളിൽ കമ്പി പിടിച്ചിട്ടുണ്ടാവും. ബസ് ബാക്കിലേക്കാണ് പോകണോടുകൂടെ ഇങ്ങനെ പോകുമ്പോൾ മുട്ടണ ഓളെ വേണ്ടാത്തോടത്താണെന്നുണ്ടെങ്കിൽ പടച്ച റബ്ബേ പറയേണ്ടി വരില്ല. നിങ്ങൾ നാളെ സോഷ്യൽ മീഡിയയിലേക്കാരും. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾ കാണിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ആണിയോ അട്ടപ്പെട്ടിയോ അങ്ങനത്തെ ഈ കാർട്ടൂൺ പെട്ടി ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ശരീരം മൊത്തം എടുത്തിട്ട് അതിന്മേൽ കൂടെ നിറയെ ആണികളാണ്ട് അടിച്ചു വെച്ചാൽ എന്നിട്ടാണ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടിയാലും ആരെങ്കിലും മുട്ടിയാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോളുണ്ട് മക്കളെ. നമ്മളെ രാഹുലീശ്വരന് ഈ പറയണ മാതിരി തന്നെ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല. അപ്പോൾ ഒന്നിൻ്റെ ജീവൻ പലതും അങ്ങനെ പോയിട്ടുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരു പുരുഷ കമ്മീഷൻ ഉണ്ടാക്കിക്കോളി നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. കാരണം പറയാൻ പറ്റില്ല, പറയുമ്പോൾ എനിക്ക് ചെറിയ വരുന്നുണ്ടെങ്കിലും കൂടിയിട്ട്, പക്ഷേ ഗൗരവമായി ഒരു മാണിക്കക്കല്ലായ മകൻ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിക്കോളി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അപകടങ്ങളാണ് വരുന്നത്. പെൺകുട്ടികൾ തുമ്മിയിട്ടുണ്ടെങ്കിലും കേസെടുത്താൽ, ഞാനും പെണ്ണ് തന്നെയാണ്, പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ എന്നാലും അതിൽ സത്യസന്ധമായതും ഉണ്ട് അല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തിരഞ്ഞ് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പാടാം. അപ്പോൾ ഒരു കേസ് കൊടുത്ത് അതിൻ്റെ പിന്നാലെ നടക്കണമെങ്കിലൊക്കെ നമുക്ക് നല്ല ഇടങ്ങേറാണ്. പിന്നെ പെണ്ണുങ്ങളാണ്, എന്നെ പോലത്തെ പെണ്ണുങ്ങളാണെങ്കിലും ഒന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്വീകരിക്കും. ഞാൻ ഒരു പെണ്ണായിട്ട് ഞാൻ പെണ്ണിനെതിരെ പറയല്ലോ കേട്ടോ. കാരണം ഒന്നിൻ്റെ ജീവൻ പോയി, റീച്ചിന് വേണ്ടിയിട്ട് ഒന്നിൻ്റെ ജീവൻ പോയി. കാരണം കുറച്ചിങ്ങനെ നിൽക്കുന്നിടത്ത് നമുക്ക് ശരിക്കും മനസ്സിലാണ്ട വീഡിയോ കണ്ട ഒരിത്തിരി ഇങ്ങോട്ട് മാറി നിന്നാൽ ഇത് നേരെ നിന്ന് കൊടുത്തിട്ട് അതിൽ മറ്റേ ഇതെടുക്കുകയാണ്, സെൽഫി എടുക്കണ മാതിരിയാണ് ആ വീഡിയോ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റെ പൊന്നാര മക്കൾ ബസ് കയറുമ്പോൾ അട്ടപ്പെട്ടിയോ അല്ലെങ്കിൽ തകരത്തിൻ്റെ എന്തെങ്കിലും ഉറകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയോ ഇതാക്കിയിട്ടൊക്കെ കയറിക്കൊള്ളുണ്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ആരൊക്കെ സെൽഫി എടുക്കണ തിരക്കുള്ള ബസ്സല്ലേ, നമുക്ക് എല്ലാവർക്കും ഒന്നും കാറും ബൈക്കൊന്നും ഉള്ളവരല്ലല്ലേ നമുക്കൊക്കെ ബസ് പോകണേ. ഞങ്ങളിപ്പോൾ പെരിന്തൽമണ്ണൊക്കെ പോകുമ്പോൾ ബസ്സിലാണ് പോവുകയെ. പക്ഷെ എൻ്റെ അറിയാതെ ഒന്നും വന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കാട്ടൂലല്ലേ. ഇതിങ്ങോട്ട് നോക്കി വെക്കാൻ നിങ്ങൾ ഇതൊന്നും അവസ്ഥയെ നോക്കി വെക്കുക. ഇതാണല്ലേ ഇതാ ഈ കോലത്തിലാണ് മനുഷ്യന്മാരിപ്പോൾ ബസ്സിൽ നിൽക്കണം. നിങ്ങൾ കാണുന്നില്ലത്, ഇതങ്ങനെ വെച്ചോളുണ്ടോ അല്ലേ ഞങ്ങളൊക്കെ. ഇങ്ങോട്ട് നോക്ക്, ഇതങ്ങനെ വെച്ചോളുണ്ട്. അല്ലെങ്കിൽ മാണിക്ക കല്യാളെ നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആൾക്കാരെന്തെങ്കിലും വിചാരിച്ചാലും വേണ്ടില്ല, അങ്ങനെ വെച്ചോളുകൊണ്ടിട്ടില്ലേ. ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ പ്രശ്നം വരും. സെൽഫി എടുത്തുങ്ങാണ്ട് മുട്ടി ഇങ്ങനെയാകുമ്പോൾ മുട്ടുമ്പോൾ തന്നെ ആരെങ്കിലും പോയി നമ്മൾ മുട്ടിയാൽ തന്നെ അങ്ങോട്ട് വിട്ടു പോയിക്കോളും. ഇതിപ്പോൾ ശരീരം ആയതുകൊണ്ടാണല്ലോ മുട്ടുമ്പോഴും അങ്ങനെ നിന്നു കൊടുക്കണത്. ഇങ്ങനത്തെ മുള്ളുകൊണ്ടൊക്കെ മുട്ടുമ്പോഴേ ഈ നമ്മളറിയാതെ പോയി മുട്ടിയാലും അങ്ങോട്ട് പോയി ഇതായിക്കോളും. അപ്പോൾ ഇതാണ്ടില്ല നിങ്ങൾ, ഈ മാണിക്കക്കല്ലാണിപ്പോൾ, ഈ മാണിക്കക്കല്ലാണ് പറഞ്ഞിരിക്കണത് അല്ലേ. കാട്ടാൻ പാടില്ല എന്നാണ്. ഇതാ ഫോട്ടോ ഒന്നും കാട്ടാൻ പാടില്ല എന്നാണ്. പഠിച്ചോനെ വെച്ച് പേടിയാണ്. എന്നാലും ആദ്യം ഞാൻ കാട്ടിയ ഫോട്ടോല്ലേ അങ്ങനെ വെച്ചോളൂണ്ടിട്ടില്ലേ, നിറയെ മുള്ളുണ്ടാക്കിക്കോളുണ്ട് ശരീരത്തിൽ. നമ്മൾ അങ്ങോട്ട് ചെന്ന് മുട്ടിയാലും വിട്ടങ്ങോട്ട് പോകണം, നമ്മളെ വിട്ടങ്ങോട്ട് പോകണം. അങ്ങനെ ആക്കിക്കൊള്ളുന്നു മുത്തുമണികളെ. അല്ലെങ്കിൽ നിങ്ങൾ ഇടങ്ങാറാകൂട്ടല്ലേ കേസൊന്നും കൊടുത്തുങ്ങാണ്ട്. ഏതായാലും ഇച്ചഞ്ഞ് കൂടുതൽ പറയാൻ പറ്റുക എൻ്റെ മുത്തുമണികളോട്. ഏതായാലും അതേമാതിരി നല്ല പെൺകുട്ടികളുണ്ടല്ലേ, മുട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ തിരിഞ്ഞ് നിന്ന് പടന്നൊക്കെ കൊടുക്കണ കുട്ടികളുണ്ട്. ഷർട്ടിൻ്റെ കോളറിനെ പിടിച്ച് വലിച്ചിടുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ അടുത്തിരിക്കണവരോട് ഇതാ ഈ ചങ്ങായി ഇങ്ങനെ കാട്ടണു എന്ന് പറഞ്ഞ് ഓള് പ്രതികരിച്ചിട്ട് പറയുന്ന ആൾക്കാർ, മുട്ടുന്ന ആൾക്കാർ, ഇത് അനുഭവിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ട് ഓല അടുത്തിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ട്. മുട്ടുസൂചി കൊണ്ടൊക്കെ ഞാൻ കുത്തിക്കണു ചെറുപ്പത്തിലേ, മുട്ടുസൂചി കൊണ്ടൊക്കെ നല്ലോണം കുത്തിക്കണു. അപ്പോൾ അതെന്തിനാന്നറിയാം, അന്ന് ഇങ്ങനത്തെ ഫോണൊന്നും ഉണ്ടാകുന്നില്ല. ഫോണുണ്ടെങ്കിലും ഞാനിങ്ങനെയൊന്നും എടുത്തുകൊണ്ട് വിട്ടില്ലേ, അത് വേറെ കഥ. നമുക്കറിയില്ലല്ലോ, ഇപ്പോഴത്തെ കാലത്തല്ലേ റീച്ചിന് വേണ്ടി ഇങ്ങനെയൊക്കെ കാട്ടണം. അപ്പോൾ മുത്തുമണികളെ ഞാൻ നിർത്തണിച്ച് വെച്ച
കാരണം എന്താ വെച്ചാൽ മുള്ളുള്ള കുപ്പായൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ കാക്കൂന് ഇങ്ങനത്തെ ഒരു കുപ്പായം ഞാൻ അടിച്ചേണ്ടി വരും. കാക്കു പറയാം ഞാൻ 10-60 വയസ്സായിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് മുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ കേട്ടോ ഇന്നിപ്പോൾ പെരിന്തൽമണ്ണ പോകണമെന്ന് എഴുതിയത്. അപ്പോൾ നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ENT ഡോക്ടർ ഇന്ന് ലീവ് അത്ര. അപ്പോൾ നാളെ പോകാമെന്ന് എഴുതിക്കുക. അപ്പോൾ കാക്കുനോട് പറയാം ഞാൻ ബസ്സിനാണ് വരുന്നത് വെച്ചെങ്കിൽ എനിക്ക് എന്താണെങ്കിലും ഇരുമ്പിൻ്റെ ഉറ വേണം, അല്ലാതെ ഞാൻ വരൂല. ഇനിയിപ്പോൾ എൻ്റെ ഒപ്പം പോകുമ്പോൾ തിരക്കുള്ള ബസ്സാണെങ്കിൽ ഞാൻ എങ്ങനെ ഇരിക്കുക, തീറ്റി കിട്ടിയില്ല ആരെങ്കിലും പോയി ഒന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ എനിക്ക് വജ്ജാ. ഞാൻ ഇതിനൊന്നും പറയാം. ഞാൻ എന്തായിട്ട് ഞാൻ ഒറ്റക്ക് പോകേണ്ടി വരും. കാക്കു വരുന്നില്ല എന്ന് പറയാം. ഏതായാലും ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് വേണ്ടിച്ച് ചെയ്തോളുണ്ട്. ഉറയില്ലാതെ നിങ്ങൾ ആരും പുറത്തിറങ്ങരുതട്ടില്ലേ, അത് ഞാൻ പ്രത്യേകം പറയാം. അസ്സലാമു അലൈക്കും. നമുക്ക് വിധി ഉണ്ടെങ്കിൽ കാണാം. നാളെ ആരൊക്കെയാണ് ഉറയില്ലാതെ പോയിട്ട് പോലും ലൈവ് എടുത്തുങ്ങാണ്ട് വീഡിയോ എടുത്തുങ്ങാണ്ട് വൈറലാകാൻ നിൽക്കണം. പഠിച്ചോനെ കാത്ത് രക്ഷിക്കണേ റബ്ബേ അള്ളാ, നിങ്ങൾ കാത്തോളി.